Good morning. Projection of points in the ഒന്ന് രണ്ട് പ്രോബ്ലം ചെയ്യുകയാണ്. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം, ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് ദ ഫോളോയിങ് പോയിന്റ്സ് ഓൺ എ കോമൺ റെഫറൻസ് ലൈൻ. അതിൽ 5 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, പി ഇൻ എച്ച് പി ആൻഡ് 35 mm in front of VP. Q in HP and 35 mm behind VP. R in both HP and VP. S in VP and 30 mm above HP. T in VP and 30 mm below HP. ഇതാണ് ആദ്യ പോയിന്റ്സ്. ഒരു റെഫറൻസ് ലൈൻ, കോമൺ റെഫറൻസ് ലൈനിലാണ് ഇത് വരയ്ക്കേണ്ടത്. അപ്പോൾ ഒറ്റ റെഫറൻസ് ലൈൻ, XY ലൈൻ, ഒരു XY ലൈൻ വരച്ചാൽ മതി. നമ്മൾ റഫായിട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി സൈഡിൽ, റൈറ്റ് സൈഡിൽ ഒരു മാർജിൻ. അപ്പോൾ ആദ്യത്തെ പി ഇൻ എച്ച് പി ആൻഡ് 35 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. വെർട്ടിക്കൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ. ജസ്റ്റ് റഫായിട്ട് വരയ്ക്കുക. ചെയ്യുന്ന മെത്തേഡാണ് പി ഇൻ എച്ച് പി 35 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. എച്ച് പിയിൽ ആണ് പി പോയിന്റ്, 35 mm ഇൻ ഫ്രണ്ട് ഓഫ് VP. പോയിന്റ് ഇതാണ് പോയിന്റെങ്കിൽ ഇത് 35. അപ്പോൾ എച്ച് പിയിലെ പോയിന്റ് VPയുടെ ഫ്രണ്ടിൽ 35 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആൻഡ് ഓൺ HP. ഇനി ഇതിൻ്റെ റൊട്ടേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. വെർട്ടിക്കൽ പ്ലെയിൻ ഫിക്സഡ് ആണ്, ഫിക്സഡ്. എച്ച് പി റൊട്ടേറ്റ് ചെയ്യും. ഇങ്ങനെ HP റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് വന്നിട്ട് ഇവിടെ വരും. അത് ഈ ഡിസ്റ്റൻസ് 35. അപ്പം ഇതിൻ്റെ ടോപ്പ് വ്യൂ ഇവിടെ വന്ന് മർജ് ചെയ്യും. 35 mm ബിലോ XY ലൈൻ. ഈ പോയിന്റ് ഇതാണ് XY റെഫറൻസ് ലൈൻ. ഇതാണ് റെഫറൻസ് ലൈനിൻ്റെ താഴെ 35 mm ബിലോ ആയിട്ട് പോയിന്റ് വരയ്ക്കുക. അതാണ് അതിൻ്റെ ടോപ്പ് വ്യൂ. ടോപ്പ് വ്യൂ ഇവിടെ വരും, 35 mm താഴെ. ഫ്രണ്ട് വ്യൂ റെഫറൻസ് ലൈനിൽ വരും. നമ്മൾ ആദ്യം ഇതാണ് ഫ്രണ്ട് വ്യൂ. ഫ്രണ്ട് വ്യൂ നൊട്ടേഷൻ കൊടുക്കേണ്ടത് പി എന്ന് പറഞ്ഞ പോയിന്റാണ്. ഫ്രണ്ട് വ്യൂ പി ഡാഷ്. പിന്നെ 35 mm താഴെ ഇത് പ്രൊജക്ടറാണ്. തിൻ ലൈനായിട്ട് വരയ്ക്കുക. ഇത് പി ടോപ്പ് വ്യൂ. ഇനി ഡയമെൻഷൻ ചെയ്യാം. ആദ്യത്തെ പോയിന്റായി. ഇനി അടുത്ത പോയിന്റിന് 25 mm ഡിസ്റ്റൻസ് എടുത്തിട്ട് ഓരോ പോയിന്റും തമ്മിലുള്ള ഗ്യാപ്പ് 25 mm. അഞ്ച് പോയിന്റാണ് ഉള്ളത്. ഒരു ക്വസ്റ്റ്യനിൽ 5 പോയിന്റ് ഉണ്ടാവും. ഓരോ പോയിന്റിനും 2 മാർക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, Q ഇൻ HP ആൻഡ് 35 mm ബിഹൈൻഡ് VP. HP ആൻഡ് 35 mm ബിഹൈൻഡ് VP. ഇതാണ് VP, HP. ഇപ്പോൾ HP ബിഹൈൻഡ് VP 35 mm. ഇതാണ് Q എന്ന് പറഞ്ഞ പോയിന്റ്, 35 mm. ഇവിടെ ആയിരിക്കും പോയിന്റ്. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പം ക്ലോക്ക് വൈസിലാണ് റൊട്ടേഷൻ മുകളിൽ വരും ഈ പോയിന്റ്. ടോപ്പ് വ്യൂ മുകളിൽ വരും. ഫ്രണ്ട് വ്യൂ റെഫറൻസ് ലൈനിൽ തന്നെ വരും.
ഫ്രണ്ട് വ്യൂ റഫറൻസ് ലൈനിൽ തന്നെ നൊട്ടേഷൻ കൊടുക്കേണ്ടത് ക്യൂ ഡാഷ്. ക്യൂ ഡയമെൻഷൻ ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ്. തേർഡ് പോയിന്റ് ആർ ഇൻ ബോത്ത് എച്ച് പി ആൻഡ് വി പി. ബോത്ത് എച്ച് പി ആൻഡ് വി പി എന്ന് പറഞ്ഞൊരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ റഫറൻസ് ലൈനിൽ തന്നെ വരും. റഫറൻസ് ലൈനിൽ തന്നെ വരും. നമ്മൾ വേറെ ഒന്നും നോക്കണ്ട. അപ്പോൾ ആർ ആർ ഡാഷ് ആർ ഡാഷ് ആർ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും റഫറൻസ് ലൈനിൽ തന്നെ വരും. അടുത്ത ക്വസ്റ്റ്യൻ എസ് ഇൻ വി പി ആൻഡ് 30 mm എബവ് എച്ച് പി. വീണ്ടും നമ്മൾ വരയ്ക്കുക. വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും വരയ്ക്കുക. എസ് ഇൻ വി പി ആൻഡ് 30 mm എബവ് എച്ച് പി. വെർട്ടിക്കൽ പ്ലെയിനിൽ 30 mm. എബവ് എച്ച് പി. അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിൽ തന്നെ ആയതുകൊണ്ട് ഫിക്സഡ് ആണ്, റൊട്ടേഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇവിടെ വരും എസ് ഡാഷ്. ടോപ്പ് വ്യൂ റഫറൻസ് ലൈനിൽ തന്നെ വരും. $30 mm എസ് ഡാഷ് എസ് ഡയമെൻഷൻ ചെയ്യുക. നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് വ്യൂ ഡാഷ് ഇട്ടിട്ട് മാർക്ക് ചെയ്യാം, ടോപ്പ് വ്യൂ ഡാഷ് ഇടാതെ സ്മാൾ ലെറ്റേഴ്സിൽ. അടുത്ത ക്വസ്റ്റ്യൻ ടി ഇൻ വി പി ആൻഡ് 30 mm ബിലോ എച്ച് പി. വീണ്ടും നമ്മൾ വരയ്ക്കുക. വെർട്ടിക്കൽ പ്ലെയിനും ഹൊറിസോണ്ടൽ പ്ലെയിനും ക്വാഡ്രൻ്റാണ് വരയ്ക്കുന്നത്. വി പി എച്ച് പി. ക്വസ്റ്റ്യൻ ടി ഇൻ വി പി ആൻഡ് 30 mm ബിലോ എച്ച് പി. വി പിയിലാണ് 30 mm ബിലോ എച്ച് പി. ടോപ്പ് വ്യൂ റഫറൻസ് ലൈനിൽ വരും. ഫ്രണ്ട് വ്യൂ ഫിക്സഡ് ആയതുകൊണ്ട് താഴെ തന്നെ വരും, ബോട്ടം. ടി ഡാഷ് ഫ്രണ്ട് വ്യൂ. ഇത്രയും വരച്ചു കഴിഞ്ഞാൽ 10 മാർക്സാണ്. ഓരോ പോയിന്റിനും 2 മാർക്സ് വെച്ച് 10 മാർക്സ്. ഒരു 5 മിനിറ്റ് കൊണ്ട് വരയ്ക്കാവുന്ന ഒരു പ്രോബ്ലമാണിത്. പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത്. മാർജിനിലെ മെത്തേഡ് ഇതാണ്. മാർജിനിൽ ഇതുപോലെ വരച്ച് നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ റൊട്ടേഷൻ കൊടുക്കുക, പ്ലെയിൻ്റെ റൊട്ടേഷൻ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. 2019 ഒക്ടോബറിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഡ്രോ ദ പ്രൊജക്ഷൻസ് ഓഫ് ദ ഫോളോയിങ് പോയിന്റ്സ് ഓൺ എ കോമൺ റെഫറൻസ് ലൈൻ. 1. Point A is 40 mm in front of VP and 30 mm above HP. Point B is 25 mm below HP and 50 mm behind VP. Point C is in the VP and 30 mm above HP. Point D is 40 mm below HP and 20 mm in front of VP. Fifth point is the first problem both HP and VP. Point A is 40 mm in front of VP and 30 mm above HP. നമ്മൾ ആദ്യം XY റഫറൻസ് ലൈൻ വരയ്ക്കാം.
XY. ജസ്റ്റ് ഒരു മാർജിനിൽ PP, HP. 40 mm in front of VP. Point A. This is 40 mm. 30 mm above HP. This is 30. Then top view HP varum. A front view VP varum. A dash. Clockwise HP clockwise rotate ചെയ്യുമ്പോൾ ടോപ്പ് വ്യൂ താഴെ വരും, റഫറൻസ് ലൈനിൻ്റെ താഴെ. ഈ ഡിസ്റ്റൻസ് 40, ഈ ഡിസ്റ്റൻസ് 30. എ ഡാഷ് എ ഡയമെൻഷൻ ചെയ്യാം. ഫോർട്ടി 30. അടുത്ത പോയിന്റ് 25 mm ഗ്യാപ്പ്. 25 mm ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്ത പോയിന്റ് വരയ്ക്കേണ്ടത്. Point B is 25 mm below HP and 50 mm behind VP. VP, HP. Point 25 mm below HP. HP യുടെ താഴെ 50 mm behind VP. തേർഡ് ക്വാർട്ടറിലാണ് വരിക. ഇതാണ് പോയിന്റ് B. ഈ ഡിസ്റ്റൻസ് 25, ഈ ഡിസ്റ്റൻസ് ബിഹൈൻഡ് VP 50 mm. ഇത് 50. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ ഇവിടെ വരും B, ഇത് 50. ഫ്രണ്ട് വ്യൂ ഇവിടെ വരും B ഡാഷ് 25. ഇത് റൊട്ടേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകും. ടോപ്പ് വ്യൂ മുകളിലേക്ക് പോകും റൊട്ടേറ്റ് ചെയ്ത്. B. B 25 mm ബിലോ താഴെ വരും. B ഡാഷ്. ഡയമെൻഷൻ ചെയ്യാം. ഇത് 50. അപ്പം ഇത് ടോപ്പ് വ്യൂ, ഇത് ഫ്രണ്ട് വ്യൂ. 25 മാറിയിട്ട് അടുത്ത പോയിന്റ്. പോയിന്റ് C is in VP and 30 mm above HP. In VP and 30 mm above HP. HP, VP. ഇതാണ് പോയിന്റ് C. ഫിക്സഡ് ആണ്, VP തന്നെ ആയതുകൊണ്ട് ഫിക്സഡ് ആണ്, റൊട്ടേഷൻ ഒന്നും വരുന്നില്ല. മുകളിൽ വരും. അതിൻ്റെ ടോപ്പ് വ്യൂ റഫറൻസ് ലൈനിൽ വരും. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ.
30. Point D is 40 mm below HP and 20 mm in front of VP. below HP. അപ്പോൾ ഫോർത്ത് ക്വാഡ്രന്റിലാണ് വരുന്നത്. ഇത് 40, ഇത് 20. പോയിന്റ് ഡി. അപ്പോൾ ഇതിന് ടോപ്പ് വ്യൂ ഡി ഇവിടെ വരും. ഇത് 20. ഫ്രണ്ട് വ്യൂ ഇവിടെ വരും. ഈ ഡിസ്റ്റൻസ് 40. ഇത് റൊട്ടേഷൻ, ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. അപ്പോൾ താഴെ വരും. ഡി ഡാഷ് ഫ്രണ്ട് വ്യൂ 40 mm ബിലോ വരും. ടോപ്പ് വ്യൂ 20 mm. ഡി. അടുത്ത പോയിന്റ് ഇ ഈസ് ഇൻ ബോത്ത് HP ആൻഡ് VP. റെഫറൻസ് ലൈനിൽ തന്നെ വരുന്നുണ്ട്, ഒന്നും നോക്കണ്ട. ഇ ഡാഷ് ഇ. നമ്മൾ പോയിന്റ് വരച്ചു തീർന്നു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും ഈക്വൽ ഗ്യാപ്പ് ഇട്ട് നിർത്തണം. ഇത് XY റെഫറൻസ് ലൈൻ. 5 പോയിന്റും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കറക്റ്റ് ആണെങ്കിൽ 10 മാർക്സ് ആണ്. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ഇതുപോലത്തെ പ്രോബ്ലംസ് ആണ് സാധാരണ എക്സാമിനേഷന് ചോദിക്കുന്നത്. വളരെ സിമ്പിളാണ്, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, താങ്ക് യു.